നമ്മളിപ്പോൾ നിൽക്കുന്നത് 12,500 ഫീറ്റിലാണ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മിൻതാജിലാണ്. ഇന്നലെ നമ്മൾ അവിടെയാണ് ക്യാമ്പ് ചെയ്തത്. ആ ദൂരെ കാണുന്നൊക്കെയാണ് ഹിമാലയാസ്. കുറച്ച് ദൂരം കൂടി ഉണ്ട് ഇനി അവിടെ എത്താൻ. ഇന്ന് നമ്മൾ നഗാരു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇന്ന് രാത്രി അവിടെ ആയിരിക്കും ക്യാമ്പ്. എന്നിട്ട് അവിടെ നിന്നൊരു പുലർച്ചെ 2:30 ആകുമ്പോൾ നമ്മൾ സർപ്പാസ് സൺറ്റിന് വേണ്ടി ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇന്നലത്തെ ആയിരുന്നു ഉറക്കം. തണുപ്പായതുകൊണ്ടും പിന്നെ ഈ സ്ലോപ്പിലാണ് ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡ് ചെരിഞ്ഞിട്ടാണ് കിടക്കണേ. അപ്പോൾ അതിലേക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. എത്രയൊക്കെ തണുപ്പ് പ്രൊട്ടക്ട് ചെയ്താൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ പുതിയതായതുകൊണ്ടായിരിക്കും. ഇവിടുത്തെ ആൾക്കാർക്ക് അത് ശീലമായി. ബാക്കിൽ കണ്ട കുറേ ചെമ്പരിയാടും ഒക്കെ ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് ഇപ്പം ഒരു 9-9:30 ആകുമ്പോൾ ഇറങ്ങുന്നതായിരിക്കും. ഇപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫ്രീസിങ് കോൾഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുഖം കഴുകാൻ വേണ്ടി കയ്യിൽ ഇത്തിരി വെള്ളം നനച്ചാൽ വരെ കൈ ഇങ്ങനെ വൈറ്റ് കളറായി പോവും. അത്ര കോൾഡാണ്. പ്രത്യേകിച്ച് തണുപ്പ് സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസസ് ചെയ്യുക, അത്ര തന്നെ. നല്ല രസമുണ്ട്. ഉറക്കവും ഇങ്ങനത്തെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ട്. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, കാണാം. അപ്പം നമ്മൾ നഗാരിലേക്ക് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഗൈഡ് ജാസിം ബ്രോ, ട്രിപ്പ് മില്യൺ. അപ്പോൾ നിങ്ങൾ സർപ്പാസ് ചെയ്യണമെങ്കിൽ ട്രിപ്പ് മില്യനെ കോണ്ടാക്ട് ചെയ്യുക. അതെ. അപ്പം കയറുന്നത് കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള വഴിയാണ്. അതുകൊണ്ട് വ്ളോഗ് ചെയ്യാനൊന്നും അധികം പറ്റില്ല. നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടാണ്. ഇത്ര നേരം കുറച്ച് ഇടുങ്ങിയ വഴിയായിരുന്നു. അപ്പോൾ കുറച്ച് സ്ഥലമുണ്ട്, അതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സർപ്പാസ് ചെയ്യാന്നുള്ളൊരു നമ്മുടെ അധികം മലയാളീസിൻ്റെ ക്യാമ്പുണ്ട്, അതന്നെ എടുക്കാൻ നോക്കുക. ട്രിപ്പ് മില്യൺ ക്യാമ്പ് ഇൻ ഹിമാലയാസ് ട്രാവൽ കമ്പനി. എൻ്റെ അമ്മ, ഇതൊക്കെയാണ് വഴി. അപ്പോൾ ഇവരൊക്കെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ എല്ലാവരും ഞാൻ നഗാരു ക്യാമ്പിലെത്തിയിട്ട് ബാക്കിയുള്ള കാഴ്ച കാണിച്ചു തരാം. പോകുന്ന വഴിയൊക്കെ അത്യാവശ്യത്തോടെ സ്റ്റീപ്പായിട്ടുള്ള വഴികൾ തന്നെയാണ്. ഓക്കെ ഗൈസ്, അത്യാവശ്യം ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ് ഗൈസ്. എൻ്റെ ഷൂ പൊളിഞ്ഞു ഇവിടെ നിന്ന്. അപ്പോൾ കയ്യിലുള്ളൊരു സാധനം എടുത്തിട്ട് തൽക്കാലത്തിന് ഇപ്പോൾ ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. എത്ര നേരം ഇങ്ങനെ നിൽക്കുമെന്ന് അറിയില്ല, അതുകൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ ഇന്നലത്തെ ട്രക്കിനെക്കാട്ടിലും ഇന്നത്തെ ക്യാമ്പ് കുറച്ചുകൂടി ഈസിയായി തോന്നി. പക്ഷേ ഞാനൊരു പണി കിട്ടിപ്പോയി. ഞാൻ കുറച്ച് ട്രക്ക് ചെയ്ത് ലാസ്റ്റിലായി പോയി. കൂടുതൽ ആൾക്കാർക്ക് അത്യാവശ്യം മുകളിലെത്തിയിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാൽ എൻ്റെ ഷൂ സൈഡിൽ നിന്ന് പൊളിഞ്ഞു പോയി. ഞാൻ വഴിയിൽ നിന്ന് കിട്ടിയൊരു കയറെടുത്ത് കെട്ടിയതാണ്. ഷൂവിൻ്റെ പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇന്നലെ, അതായത് ഗ്രഹനിൽ മിൻതാജിലേക്ക് ഉള്ള വഴിനെയും കാട്ടിലും എനിക്ക് സ്റ്റീപ്പ് വലിയ കുഴപ്പമില്ലാത്ത പോലെ തോന്നി. ആദ്യമൊക്കെ ട്രക്ക് ചെയ്യുമ്പോൾ ഫണ്ണായിരുന്നു. ഷൂ പണിയിട്ടുകൊണ്ട് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടായി. എൻ്റെ ബാക്കിൽ കണ്ടോ മലകളൊക്കെ ഇട്ട് നല്ല രസമുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് തെറ്റി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ കാര്യത്തിനൊക്കെ ഒരു തീരുമാനമാവും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മെല്ലെ പയ്യെയാണ് ഞാൻ പോകുന്നത്. ഫൈനലി നമ്മൾ നഗാരു എത്തിയിരിക്കുകയാണ്. ഒരു ജീവമരണ പോരാട്ടം തന്നെയായിരുന്നു ഇങ്ങോട്ട് വരുന്നത്. നടക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അത് ഈ മഞ്ഞത്ത് കൂടെ ട്രക്ക് ചെയ്യണമായിരുന്നു. കുറേ കഷ്ടപ്പെട്ടു. പക്ഷെ ഫൈനലി നമ്മളിവിടെ എത്തി. മുകളിൽ മൊത്തം മഞ്ഞാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമായിരുന്നു സ്നോഫാൾ കാണണം, സ്നോയിൽ കളിക്കണം എന്നൊക്കെ. പക്ഷേ ഇങ്ങോട്ട് ഇവിടെ അതായത് ക്യാമ്പ് എത്തുന്ന ഒരു 10 മിനിറ്റ് മുന്നേ ഒരു അടിപൊളി ഹെവി സ്നോഫാൾ വന്നിട്ട്
നടക്കാൻ പോലും കഴിയാണ്ട് എൻ്റെ ഫസ്റ്റ് സ്നോഫാൾ എക്സ്പീരിയൻസ് തന്നെ വെറുത്തു പോയി ഞാൻ. അത്ര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ മഞ്ഞത്താണ് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത്. മര്യാദയ്ക്ക് കിടക്കാനൊന്നും പറ്റില്ല. മഞ്ഞിൻ്റെ മുകളിലൊരു എന്തോ ഒരു സാധനം വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ടാണ് നമ്മൾ കിടക്കുന്നത്. തണുപ്പുണ്ട് എന്ന് ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല തണുപ്പുണ്ട്. ഇനി നാളെ, അതായത് ഇന്ന് രാത്രി, അതായത് നാളെ പുലർച്ചെ 2 മണിക്കാണ് നമ്മളിവിടുന്ന് 14 കിലോമീറ്റർ സർപ്പാസ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് ട്രക്ക് ചെയ്യാൻ പോകുന്നത്. നാളെ ആയിരിക്കും അപ്പോൾ നമ്മുടെ സമ്മിറ്റ് ഡേ. എനിക്ക് കൂടുതൽ സംസാരിക്കാനും പിന്നെ ഇതാ അവിടുന്ന് ഹായ് കാണിക്കുന്നുണ്ട് ഞാൻ വ്ളോഗ് എടുക്കുന്നത് കണ്ടിട്ട്. ഇതുണ്ടോ, ഇതിനെന്താ പറയുക, ഗ്ലേഷ്യേഴ്സ് അല്ലേ? നല്ല പ്യുവർ വാട്ടറാണ്. ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ വല്ല കുഞ്ഞു പിള്ളേർ നടന്നു പഠിക്കുന്ന പോലെ നടന്നു പഠിക്കുക. നാളത്തെ ട്രക്കിനുള്ള പ്രാക്ടീസാണ്. നാളെ സബ്മിറ്റ് ചെയ്യാൻ 14 കിലോമീറ്റേഴ്സ് സ്നോയിൽ കൂടെ നടക്കണം. ഇതൊന്നൊരു പുത്തേയില്ലെന്ന് പറയാൻ വളരെ വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ ബുദ്ധിമുട്ടാണ്. രസമുണ്ട്. My first snow experience as an adult. ഇതാണ് നമ്മുടെ നഗാരുവിലെ ക്യാമ്പ്. അതുകൊണ്ടോ മൊത്തം മഞ്ഞ് വീഴ. സത്യം പറഞ്ഞാൽ നമ്മൾ മഞ്ഞിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. മഞ്ഞിൻ്റെ മുകളിൽ, അതായത് എന്തോ ഒരു തെർമക്കോളിൻ്റെ ഒരു സാധനം പോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്ലീപ്പിംഗ് ബാഗ് ഇട്ടാണ് കിടക്കുന്നത്. പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം ഐസാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ലൈഫൊക്കെ. ഏത് കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിൽ പോയാലും നമുക്ക് നമ്മളെ തന്നെ നോക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്താ പറയുക, ഇതൊക്കെ തരണം ചെയ്യാനും പറ്റും എന്നുള്ളൊരു വിൽ പവർ ഉണ്ടെങ്കിൽ വരാം. ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലാം മൈൻഡാണ്, നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. നമുക്ക് ഒട്ടും പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീരെ പറ്റില്ല. എങ്ങനെയെങ്കിലുമൊക്കെ പറ്റണമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കുറച്ചെങ്കിലും പറ്റുന്നുണ്ട്. ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹിമാലയസിലൊക്കെ ഇങ്ങനെ വന്ന് ടെൻ്റ് അടിച്ച് കിടക്കുന്നു ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും നടന്നു, വല്ലാത്ത സന്തോഷം. എന്തായാലും നാളെ സമ്മിറ്റ് ഡേ ആണ്. ഒരുപാട് നടക്കാനുണ്ട് ഈ ഐസിൽ കൂടെ. എൻ്റെ ഷൂസിൻ്റെ അവസ്ഥ കണ്ടല്ലോ ഗൈസ്, വളരെ ദയാനികമാണ്. അത് വുഡ്ലാൻഡിൻ്റെ ഷൂസാണ്, എന്നിട്ടും ഇങ്ങനൊരു പണി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരു സ്പെയർ ഷൂയോ അല്ലെങ്കിൽ വേറെ ഒരു സാധനവും എടുത്തിട്ടില്ല. അതുകൊണ്ട് പണി കിട്ടി. നാളെ പക്ഷെ ആ ഷൂവിൻ്റെ മുകളിൽ കൂടെ സ്പൈക്സ് വരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് ഗ്രിപ്പൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഞാനിവിടേക്കൊന്ന് കാണട്ടെ. പിന്നെ സ്നോയിൽ കൂടെ ട്രക്ക് ചെയ്യുന്ന സമയത്ത് വ്ളോഗ് ചെയ്ത് നടക്കില്ല. കാരണം നമ്മൾ നടക്കുന്ന തന്നെ എങ്ങനെയാന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഒന്നാമത് സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ സമ്മിറ്റ് വരെ വ്ളോഗ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും സമ്മിറ്റ് ഡേ ഞാൻ കാണിക്കും. പിന്നെ സമ്മിറ്റ് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസും പറയുന്നതായിരിക്കും. ഗൈസ്, ഞാൻ കിടക്കാൻ പോവാണ്. കാരണം നമുക്ക് 1:30 എണീറ്റിട്ട് 2 മണിക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം സമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമ്മിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം ടഫ് തന്നെയാണ് എന്നാലും. അപ്പോൾ ഈ ട്രക്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയത് ഈ ഫാസ്റ്റ് പ്രീലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റൻറ്റ് ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഇത് വെള്ളത്തിലിട്ടിട്ട് കുടിക്കുമ്പോൾ അത്യാവശ്യം എനർജിയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗൈഡ് മനീഷ് ബ്രോ, പിന്നെ കൂടെ വന്ന ഫ്രണ്ട്സ് മലയാളികൾ എല്ലാവരും നല്ല അധികം സപ്പോർട്ടൊക്കെ തന്ന് എങ്ങനെയൊക്കെയോ ട്രക്ക് ഇന്നത്തെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ബുദ്ധിമുട്ടുണ്ടായെങ്കിലും
ഭയങ്കര സറിയൽ ഫീലിംഗ് ആണ് എനിക്കിപ്പോൾ തോന്നുന്നത്. വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. എന്നാലും ഞാൻ നാളെ സമ്മിറ്റിൻ്റെ ഇടയിൽ കുറച്ച് ക്ലിപ്സോ അല്ലെങ്കിൽ സമ്മിറ്റ് കഴിഞ്ഞിട്ടും എന്തായാലും അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ബൈ.